ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ഓർമ്മ ഉണ്ടാവും. നമ്മൾ സ്വന്തമായിട്ടിപ്പോൾ ലാഭ അല്ലെങ്കിൽ സർപ്ലസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു, ബാലൻസ് ഷീറ്റ് എഴുതാൻ പഠിച്ചു, അതുപോലെ നമ്മൾ അതിൻ്റെ ഓരോ ടേംസുകൾ പഠിച്ചു, രണ്ടിൻ്റെയും ഡിഫറൻസ് പഠിച്ചു, ഏത് രണ്ടിൻ്റെയും റെസിഡന്റ് അക്കൗണ്ടിൻ്റെയും IND അക്കൗണ്ട് ഡിഫറൻസ് പഠിച്ചു. അപ്പം ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ റിവൈസ് ചെയ്യാൻ മറക്കരുത്. റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത ക്ലാസ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും എടുത്ത് പറയുന്നത്. ഓരോ ക്ലാസ്സുകൾ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് പഴയ കാര്യങ്ങളെല്ലാം നോട്ടാക്കി വെച്ച് മനസ്സിലാക്കി എടുത്തിട്ട് ഞാൻ മിക്കവാറുള്ള ക്ലാസ്സുകളിലെല്ലാം ഞാൻ വരുന്ന ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ നിങ്ങൾ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് ചെയ്തും കൂടെ എന്ത് ചെയ്യാം, ആ നോട്ടെല്ലാം എടുത്ത് എഴുതി മനസ്സിലാക്കി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും 2, 3, 4 മാർക്കുകൾക്ക് ചോദിക്കുന്ന ചെറിയ കണക്കുകളാണ്. അപ്പോൾ അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഇതിനകത്ത് ഒരു ട്രയൽ ബാലൻസ് എന്നിട്ട് അതിൻ്റെ കൊണ്ട് തയ്യാറാക്കാനുള്ള ഒരു രീതിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു ഇൻസിഡന്റ് ട്രേഡിംഗ്. അപ്പോൾ അത് സാധാരണ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. അത് നമ്മൾ വേണ്ടി വന്നാൽ മാത്രം അത് പഠിപ്പിക്കാം. പിന്നെയുള്ളത് ട്രയൽ ബാലൻസ് എന്നിട്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം ട്രയൽ ബാലൻസ് എന്ന ഐറ്റങ്ങളെല്ലാം ഒരു സ്ഥലത്ത് എടുക്കും, അഡ്ജസ്റ്റ്മെന്റ് എല്ലാം 2 സ്ഥലത്ത് എടുക്കും എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിന്റെ കണക്കുകളൊക്കെ ചെയ്ത് നോക്കണം. സംശയമുള്ളത് ചോദിക്കാൻ മറക്കരുത്. ഇത്രയാണ് നോക്കാനകത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി തന്നെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിനകത്തല്ല എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിന്റെ ഓരോ സർപ്ലസ്, ഡെഫിസിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നോട്ട്സ് സ്വന്തമായിട്ട് ഒരു പ്രാവശ്യം എഴുതി പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ രീതിയിലുള്ള പഠനമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആവർത്തിച്ച് നമുക്ക് കേട്ട് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഐറ്റം എടുക്കുന്ന പഠിക്കാൻ പറ്റും. പിന്നെ കൂടുതൽ നമ്മൾ പ്രോബ്ലം ബോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രാവശ്യവും ഇങ്ങനെ എഴുതി നമുക്ക് ഓരോ കണക്കിലായിട്ട് ചെയ്തു പോകാനുള്ള ഒരു പ്രത്യേകം നമുക്ക് രീതി ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ കണക്കുകളും ചെയ്യുക, സംശയമുള്ളതെല്ലാം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വയ്ക്കുക, ഇന്നൈറ്റ് എങ്ങനെ എടുക്കും, ഇന്നൈറ്റ് എങ്ങനെ എടുക്കും എന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ IND അക്കൗണ്ട് മാത്രമായിട്ട് എഴുതാൻ വേണ്ടിയായിരിക്കും മിക്കവാറും ഉള്ള കണക്കുകളൊക്കെ ചോദിക്കുന്നത്. വർഷങ്ങളിൽ അങ്ങനെ ചോദിക്കാറുള്ളൂ. പിന്നെ ചില വർഷങ്ങളിൽ ഒരു IND അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ വളരെ 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 റെയർ അവസരങ്ങളിലാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് IND അക്കൗണ്ട് പഠിക്കുന്ന രീതി വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് IND അക്കൗണ്ട് അഥവാ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓരോ ഐറ്റം ചില ഐറ്റംസ് നമുക്ക് എങ്ങനെ IND അക്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതൊരു വർക്കിംഗ് നോട്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ പോകുന്നത്. അതിലെ ഒരെണ്ണമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഐറ്റം. സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ചും എന്ത് ചെയ്യാറുണ്ട്, എടുത്തു വെച്ച് ചോദിക്കാറുണ്ട്. നിങ്ങൾ IND അക്കൗണ്ടിൽ എത്ര സബ്സ്ക്രിപ്ഷൻ എഴുതും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4-5 ഐറ്റത്തെ. അപ്പോൾ അതിൽ നമുക്ക് തരുന്നത് ഒന്ന് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്തുള്ള സബ്സ്ക്രിപ്ഷൻ എത്ര എന്ന് പറഞ്ഞാൽ റെസീറ്റ് ആൻഡ് അക്കൗണ്ട് നമ്മൾ എന്താ കാണിക്കുന്നത്, സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന ഐറ്റമാണ്. സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ്ഡ് നമുക്ക് സ്ഥാപനത്തിൽ കിട്ടുന്ന തുകയാണ്. അവിടെയുള്ള മെമ്പേഴ്സ് നമ്മുടെ പീരിയഡിക്കലായിട്ട് തരുന്ന പൈസയാണ് സബ്സ്ക്രിപ്ഷൻ. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മെമ്പർ എന്ത് ചെയ്യുന്ന പൈസ, പീരിയോഡിക്കലായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ തരുന്ന പൈസയാണ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ. ആ കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണും. അവിടെ നമുക്ക് എന്ത് വ്യത്യാസമില്ല, ഈ വർഷത്താണോ കഴിഞ്ഞ വർഷത്തെയാണോ അടുത്ത വർഷത്താണോ എന്നുള്ള വകഭേദമൊന്നുമില്ല. എല്ലാം കൂടെ എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടിയതായിരിക്കും അവിടെ തരിക. അപ്പൊ അതുപോലെ ഈ ചോദ്യം തരുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നതാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എത്ര ഒരു എമൗണ്ട് നമുക്ക് ആദ്യമായിട്ട് തരും. ഇത്ര രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് ആ എമൗണ്ട് ഈ വർഷത്തെ പൈസയാവാം, കഴിഞ്ഞ വർഷത്തെ പൈസയാവാം, അടുത്ത വർഷം 3 വർഷത്തെ പൈസ നമുക്ക് കിട്ടുള്ളൂ. സാധാരണ 3 വർഷം കഴിഞ്ഞാൽ ഒന്ന് കറണ്ട് ചെയ്യാം, ഒന്ന് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും വർഷം. നിങ്ങൾക്ക് അത്രയും വലിയ കണക്കുകളൊന്നും പോകില്ല, കഴിഞ്ഞ വർഷത്തെ പൈസ മാത്രം വിചാരിക്കുക. അടുത്തത് അടുത്ത വർഷത്തെ പൈസ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഐറ്റങ്ങൾ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. 3 വരണമെന്നില്ല, ചിലപ്പോൾ 2 ഐറ്റമായിട്ട് വരാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞ ഒരു ഐറ്റം വരാം. പിന്നെ നമുക്ക് തരുന്നത് ഔട്ട്സ്റ്റാൻഡിങ്, കിട്ടാനുള്ളതാണ്. ഇത് കിട്ടിയതാണ്, നേരത്തെ കിട്ടിയത്, കഴിഞ്ഞ വർഷത്തെ പൈസ കിട്ടാനുള്ളത് ഇപ്പം കിട്ടിയതാണ്. ഇനി നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പൈസ കിട്ടാനുള്ളതാണ്. എപ്പോഴൊക്കെ കിട്ടാനുള്ളത്, ഈ വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ എത്ര, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ കിട്ടാനുള്ള പൈസ എത്ര. ഇങ്ങനെ 2 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് സാധാരണഗതിയിൽ ചോദ്യത്തിൽ തരിക. അപ്പോൾ 5 ഐറ്റം എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഇതൊക്കെയാണ്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ എത്ര കിട്ടിയത്, റിസീവ്ഡ് എത്ര അത്. പിന്നെ നമുക്ക് പറയാം ഓപ്പണിംഗ് സമയത്തുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര കിട്ടാനുണ്ട്, ക്ലോസിംഗ് സമയത്തുള്ള ഔട്ട്സ്റ്റാൻഡിംഗ്, ക്ലോസിംഗിൽ എത്ര കിട്ടാനുണ്ട്, ഓപ്പണിംഗിൽ എത്ര നേരത്തെ വാങ്ങിച്ചു, ക്ലോസിംഗിൽ എത്ര നേരത്തെ മേടിച്ചു. ഇങ്ങനെ ഒരു 5 ഐറ്റം തന്നിരുന്നാൽ എത്ര രൂപയാണ് നമ്മൾ IND അക്കൗണ്ടിൽ എടുക്കുക, അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എത്ര,
അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന എമൗണ്ടിന്റെ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞ ഐറ്റത്തിന്റെ കൃത്യമായിട്ടുള്ള ഇൻകം എത്ര എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുന്നതിനകത്ത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് 2014-15 20,000 rupees കിട്ടി എന്ന് പറഞ്ഞാൽ ആ 20,000 രൂപയും ഈ വർഷത്തെ പൈസ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ കാര്യം? സബ്സ്ക്രിപ്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഈ വർഷത്തെ പൈസ ആവാം, കഴിഞ്ഞ വർഷം ആവാം, അടുത്ത വർഷം ആവാം. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പറയുന്നത് കൊണ്ട് അത് ഏത് വർഷത്തെ പൈസയാണ് നമുക്ക് അറിയില്ല. ഈ വർഷത്തെ മാത്രമേ ഈ വർഷത്തെ ഇൻകമായിട്ട് എഴുതിയാലേ ഈ വർഷത്തെ നമുക്ക് സർപ്ലസോ ഡെഫിസിറ്റോ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് അറിയാവുന്ന. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം 20,000 കിട്ടി. എന്നിട്ട് അവരത് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഓഫ് വിച്ച് അതിൽ നിന്നും ₹3,000 റിലേറ്റഡ് ടു ദ ഇയർ 2013-14. അപ്പൊ നമ്മൾ എഴുതുന്ന വർഷം എന്ന് പറഞ്ഞാൽ 14-15 വർഷം. 14-15 ഇയർ. അപ്പൊ 14-15 20,000 രൂപ കിട്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു 14-15 മുന്നുള്ള വർഷം, അതായത് പ്രീവിയസ് ഇയർ, ആ വർഷത്തിലുള്ള 3,000 രൂപ ഉൾപ്പെടെയാണ്. അപ്പൊ ഓഫീസ് അതിൽ നിന്നും ₹3,000 റിലേറ്റഡ് ടു ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 13-14 പൈസയാണ്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി. ഈ വർഷം കിട്ടിയ പൈസക്കകത്ത് കഴിഞ്ഞ വർഷത്തെ ബന്ധപ്പെട്ട പൈസയായ 3,000 കൂടെ ചേർത്താണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, 20,000 രൂപ ഇപ്പോഴത്തേക്കുള്ളതാണോ? അല്ല. അപ്പൊ ആ 20,000 രൂപയിൽ എത്ര രൂപ കുറയും? ഒരു 3,000 രൂപ കഴിഞ്ഞ വർഷത്തെ പൈസയാവും. അത് ഈ വർഷത്തെ ഇൻകമായിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് 3,000 രൂപ കുറയ്ക്കുക എന്ന് നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞ എമൗണ്ട് നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്ത് ബാക്കിയുള്ള 20-ന് 3 പോയാൽ ബാക്കി 17,000 രൂപ മാത്രമേ ഈ വർഷത്തെ പൈസ ഉള്ളൂ എന്ന് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പഠിക്കാം. ശരി തന്നെ. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലായി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് തീർന്നില്ല. ആൻഡ് ₹2,000 റിലേറ്റഡ് ടു 2015-16. 15-16 നമ്മൾ കറണ്ട് ഇയർ ഏതാണെന്ന് പറഞ്ഞു. 14-15 കറണ്ട് ഇയർ. അപ്പൊ കറണ്ട് ഇയറിൽ 20,000 രൂപ കിട്ടി. ആ 20,000 രൂപയിൽ 3,000 രൂപ കഴിഞ്ഞ വർഷത്തെ പൈസയും 2,000 രൂപ അടുത്ത വർഷത്തെ പൈസയും നമ്മൾ പറഞ്ഞേക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത വർഷത്തെ പൈസയായ 2,000 രൂപ ഇതിനകത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൈസ മുഴുവൻ ഇപ്പോഴത്തേക്കുള്ളതാണോ? അല്ല. അപ്പൊ വീണ്ടും അതിന് എത്ര രൂപ കുറയും? 2,000 രൂപ കുറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ പറഞ്ഞ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യും. അതായത് 20,000 രൂപ മൊത്തം കിട്ടി, ശരി. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പൈസ 3,000 രൂപയുണ്ട്. അടുത്ത വർഷത്തെ പൈസ നേരത്തെ മേടിച്ചവർ 2,000 രൂപ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ 5,000 രൂപ ഇപ്പോഴത്തേക്കുള്ളതല്ല. ക്ലിയർ ആണോ? അപ്പൊ ബാക്കിയുള്ള 15,000 രൂപ ഈ വർഷത്തെ പൈസ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയെടുക്കാം. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ കിട്ടിയ പൈസയിൽ നിന്നും ഈ വർഷത്തേക്കുള്ള അല്ലാത്ത എമൗണ്ടുകൾ ഏതൊക്കെ വരാം? കഴിഞ്ഞ വർഷത്തെ പൈസ ഇപ്പൊ കിട്ടിയെങ്കിൽ അതും വരാം, അടുത്ത വർഷത്തെ പൈസ ഇപ്പൊ കിട്ടിയ അതും വരാം. അത് രണ്ടും കുറച്ചു മാറ്റുക. ഏതൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനകത്ത് ആ വർഷം കിട്ടിയ മൊത്തം തുകയിൽ നിന്നും ആ വർഷത്തേക്കുള്ള അല്ലാത്ത പൈസകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ചു മാറ്റുക. അതുകൊണ്ടാണ് ഈ രണ്ടേക്കിനെ കുറച്ചു മാറ്റുക. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, വർഷത്തിന്റെ അവസാനം, അതായത് 14-15 അവസാനം 6,000 സ്റ്റിൽ റിസീവ്ഡ്. ഇനിയും നമുക്ക് എത്ര കൂടെ? ഈ ലെസ് എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആണ്. ഓക്കെ. ഇനി 6,000 രൂപ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇനിയും കിട്ടാനുണ്ട്. കിട്ടിയത് കൂടി മാത്രമല്ല, കുറച്ച് പൈസ കിട്ടാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ കണക്ക് ഒരു 5,000 രൂപ ഞാൻ ജോലി ചെയ്തു. 4,000 രൂപ തന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ 4,000 രൂപ അല്ല വരുന്ന വരുമാനം. 4,000 കിട്ടി, 1,000 കൂടെ കിട്ടാനുണ്ടെങ്കിൽ ഇന്നത്തെ എന്റെ മൊത്ത വരുമാനം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ആ പറഞ്ഞേക്കുന്ന 1,000 രൂപ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്താൽ ഈ പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് ആയ 6,000 രൂപ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൊത്തം 4 ഐറ്റം. ഏതൊക്കെയാണ് 4 ഐറ്റം? ഒന്ന് മൊത്തം കിട്ടിയത്, അതിനകത്ത് 3,000 രൂപ കഴിഞ്ഞ വർഷത്തെ പൈസയും 2,000 രൂപ അടുത്ത വർഷത്തെ പൈസയാണ്. അത് രണ്ടും ഇപ്പോഴത്തേക്കുള്ളതല്ല, അത് രണ്ടും കുറച്ചു മാറ്റി. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? 6,000 രൂപ ഇനിയും കിട്ടാറുണ്ട്. കിട്ടിയ എമൗണ്ട് മാത്രമല്ല, കിട്ടാനുള്ള ചേർത്താണ് നമ്മുടെ മൊത്തം എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്ര കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. വർക്കിംഗ് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. കാൽക്കുലേഷൻ ഓഫ് subscription to be credited to ഏത് അക്കൗണ്ടില്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2015. എന്നിട്ട് ഒരു
പർട്ടിക്കുലർ കോളോ ഒരു എമൗണ്ട് കോളോ. ഇതാണ് നമ്മൾ സാധാരണ ഗതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ കോളോ ഒരു എമൗണ്ട് കോളോ. അപ്പൊ ഇതാണ് നമ്മുടെ സാധാരണ ഗതി നമ്മൾ വരയ്ക്കുമ്പോൾ ചെയ്യുക. അപ്പൊ ഇത് മാത്രം ഒരു വർക്കിംഗ് നോട്ടൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ കിട്ടിയതാണ്. അത് നമ്മൾ ആദ്യത്തെ ഐറ്റമായിട്ട് എഴുതും. സബ്സ്ക്രിപ്ഷൻ എത്ര കിട്ടി? സബ്സ്ക്രിപ്ഷൻ റിസീവ്. സബ്സ്ക്രിപ്ഷൻ റിസീവ് എത്ര രൂപ കൂടെ കിട്ടിയത്? 20,000 rupees ആണ് കിട്ടിയത്. 20,000 രൂപ. ശരിയാണല്ലോ. അതിൻ്റെ കൂടെ നമുക്ക് എത്ര കിട്ടാനുണ്ട്? ഈ നമുക്ക് കിട്ടാൻ 6,000 രൂപ. അപ്പൊ കിട്ടാനുള്ള പൈസ കൊണ്ട് ഞാൻ അതിലൂടെ കൂട്ടി ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഏത് വർഷം? 14 14 15 അത് 6,000 രൂപ. അപ്പൊ 20,000 രൂപ കിട്ടി. 6,000 രൂപ കിട്ടാണ്ട് ടോട്ടൽ എമൗണ്ട് 26,000 rupees ആണ് വന്നത്. ഇതിൽ നമുക്ക് ഏതൊക്കെ കുറയ്ക്കണം? 15 14 2,000 രൂപ കുറയ്ക്കണം. 13 14 3,000 രൂപ കുറയ്ക്കണം. ലെസ്. അപ്പോൾ 20,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടി. 6,000 രൂപ കിട്ടാനുണ്ട്. മൊത്തം 26,000 രൂപ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 15 14 ഒരു 2,000 രൂപ നമുക്ക് ഇട്ടുകൊണ്ടിട്ടുണ്ട്. അപ്പോ 2,000 രൂപ 15 14 പൈസ ആകുമ്പോൾ അഡ്വാൻസ് ആയിട്ട് വിളിച്ചതാണ്. അതുകൊണ്ടാണ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 15 14 എത്രായിരം രൂപ? 2,000 രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്കുള്ളതല്ല. അതുകൊണ്ട് അത് കുറച്ചിട്ട് ബാക്കി എത്ര രൂപ? 24,000 രൂപയാണ് ബാക്കിയുള്ളത്. ക്ലിയറാണ്? അപ്പൊ 24,000 രൂപ ബാക്കി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് 2,000 രൂപ എന്ന് പറയുന്നത് 3,000 രൂപ എന്ന് പറയുന്നത് 13 14 പൈസയാണ്. അപ്പൊ 13 14 എന്ന് പറയുമ്പോൾ ഈ കറണ്ട് ഇയർ 14 വരുന്നത്. അപ്പൊ 13 14 കഴിഞ്ഞ വർഷത്തെ പൈസയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ കിട്ടിയത് എന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ള പൈസ ഇപ്പൊ കിട്ടിയോ? അത് ഇപ്പോഴത്തെ അല്ല, അത് നമുക്ക് ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് എഴുതുന്ന വാക്കിലാണ് സബ്സ്ക്രിപ്ഷൻ എന്ത്? ഔട്ട്സ്റ്റാൻഡിംഗ് ഏത് വർഷം? 2013 14. അത് എത്ര രൂപ? അതെന്ന് പറയുന്നത് 3,000. ബാക്കി 21,000 രൂപയാണുള്ളത്. ഈ 21,000 രൂപയാണെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഏത് അക്കൗണ്ടില്? സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു 5,000. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കണക്ക് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? സബ്സ്ക്രിപ്ഷൻ കിട്ടിയതിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് 2 ഐറ്റം. ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഓപ്പണിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. റിസീവ്ഡ് അഡ്വാൻസിന് 2 ഐറ്റം. ഓപ്പണിംഗിലെ റിസീവ്ഡ് അഡ്വാൻസും ഉണ്ട്, ക്ലോസിംഗിലെ എന്തുകൊണ്ട്? റിസീവ്ഡ് അഡ്വാൻസും ഉണ്ട്. ഇങ്ങനെ 4 ഐറ്റങ്ങളാണ്. ഇത് കൂടാതെ കിട്ടിയ സബ്സ്ക്രിപ്ഷൻ കൂടാതെ ഇതിന് ഒരു കാര്യം നമുക്ക് അറിയാം. എല്ലാ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. നമ്മളെ പി ആൻഡ് അക്കൗണ്ടൊക്കെ പഠിച്ചപ്പോൾ ക്ലോസിംഗിലുള്ള പി ആൻഡ് അക്കൗണ്ടിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇവിടെ ചെയ്യുമായിരുന്നു, കൂട്ടുമായിരുന്നു. അപ്പൊ അത് നമ്മൾ മനസ്സിലിട്ടേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടണം എന്നുള്ള പഠിച്ചു. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ കൂട്ടണം. എങ്കിൽ എന്റെ ചോദ്യം, ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്ന് ഞാൻ മനസ്സിലാക്കി പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിന്റെ ഒരു ചെറിയ ഷോർട്ട് കട്ടാണ്. എന്താണ് ഷോർട്ട് കട്ട്? ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇത് നമുക്ക് എങ്ങനെ അറിയാം? കഴിഞ്ഞ വർഷം നമുക്കറിയാം ട്രേഡിംഗ് പേര് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ തരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നില്ല, വേസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നില്ല, റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എല്ലാം കൂട്ടുക. അതുപോലെ ഇവിടെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക. ഈ വർഷം ഒരു പുതിയ ഐറ്റം വരുന്നു, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, അത് നമ്മൾ കുറയ്ക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്തത്? കുറച്ചത്. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടി. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുക. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീപെയ്ഡ് പോലെ. ഇവിടെ റിസീവ്ഡ് അഡ്വാൻസ് ആണ്. ഇപ്പൊ ക്ലോസിംഗ് വർഷത്തിന്റെ അവസാനം നേരത്തെ കൂട്ടി അതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കും. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞേക്കുന്ന ഐറ്റം നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കും. ക്ലോസിംഗിലെ റിസീവ്ഡ് അഡ്വാൻസ് നമ്മൾ മൈനസ്. ആരാണെങ്കിൽ ഓപ്പണിംഗിലേതാ നീ നമ്മൾ പ്ലസ്. ഇത് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ പറയാം, സബ്സ്ക്രിപ്ഷൻ കിട്ടിയതിലൂടെ ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുക. ഓപ്പണിംഗിലെ റിസീവ്ഡ് അഡ്വാൻസ് എന്ത് ചെയ്യുക? കൂട്ടുക, ക്ലോസിംഗിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗും ഏതൊക്കെ പ്രസ് ചെയ്യും? ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗും ഓപ്പണിംഗിലെ റിസീവ്ഡ് അഡ്വാൻസും ആഡ് ചെയ്യുക.
ഇതിനാണ് ഞാൻ പറഞ്ഞത് ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗിലെ റിസീവ്ഡ് അഡ്വാൻസ് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. ഏതൊക്കെ കുറയ്ക്കുക? ക്ലോസിംഗിലെ റിസീവ്ഡ് അഡ്വാൻസ് കുറയ്ക്കുക, ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യുക നമ്മൾ കുറയ്ക്കുക. ഇങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പൊ 3 രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കിവിടെ ഈ കിടക്കുന്ന ഉത്തരം നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ഒന്ന് ഞാൻ മനസ്സിലാക്കി പറഞ്ഞതാണ്. കിട്ടിയത് ഈ വർഷത്തേക്കുള്ള എല്ലാ തരം എമൗണ്ടുകളും അത് രണ്ടും കുറയ്ക്കുക. കിട്ടാനുള്ള എമൗണ്ടുള്ള എന്ത് ചെയ്യുന്നതോട് ക്ലോസിംഗിലെ കൂട്ടും ഓപ്പണിംഗ് കുറയ്ക്കും. നമുക്ക് ഇതൊരു ഒരു ഫോർമുല പോലെ നമുക്ക് എന്ത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈ കണക്കുകളൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഒരു കണക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു 4 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 മാർക്ക് ചോദിച്ചാൽ നമുക്കിത് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ഇത് തന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ പറയും ഒരു അക്കൗണ്ട് ആയിട്ട് വരച്ച് കാണിക്കാൻ പറയും, ഒരു അക്കൗണ്ടിന്റെ രൂപത്തിൽ വരച്ച് കാണിക്കാൻ പറയും. അപ്പൊ നമുക്ക് വരയ്ക്കേണ്ട അക്കൗണ്ടിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഇതാണ് വരയ്ക്കേണ്ടിരുന്ന അക്കൗണ്ട്, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. ബാക്കിയെല്ലാം കോളങ്ങളുണ്ടെന്ന് വിചാരിച്ചോളാം. ഡേറ്റ് വേണം അക്കൗണ്ട്, ഡേറ്റ് അക്കൗണ്ട് ചെയ്ത് പോകണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഫോളിയോ, അതായത് ജനറൽ ഫോളിയോ, എമൗണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ്, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. അപ്പൊ ഓപ്പണിംഗിലെ ബാലൻസുകൾ കാണുന്നത്. ബാലൻസ് കഴിഞ്ഞാൽ ഓപ്പണിംഗിലെ റെസിപ്റ്റ് അഡ്വാൻസിന്റെ ബാലൻസ് കാണും, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് കാണും. ഓപ്പണിംഗിലെ റിസീവ്ഡ് അഡ്വാൻസ് കാണും, ബാലൻസ് കാണും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മളിവിടെ ഓപ്പണിംഗിൽ, അതായത് ഓപ്പണിംഗ് സമയത്തുള്ള ഏതൊക്കെ ഐറ്റങ്ങൾ കാണാം ഇവിടെ? ഒന്ന് റിസീവ്ഡ് അഡ്വാൻസ്, നേരത്തെ മേടിച്ചു വെച്ചിരുന്ന പൈസ അല്ലെ. ഇപ്പൊ ക്ലോസിംഗ് നേരത്തെ മേടിച്ചു വെച്ച പൈസ നമുക്ക് ഈ വർഷത്തിലായി വെച്ചു. കഴിഞ്ഞ വർഷത്തെ പൈസ നേരത്തെ മേടിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആ പൈസ ഈ വർഷത്തെ പൈസ കണക്കാക്കി. ഇതാണ് 2 ഐറ്റം. പിന്നെ ഉള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ്, കിട്ടാനുള്ള എമൗണ്ട്. ക്ലോസിംഗിലെ സബ്സ്ക്രൈബ് കിട്ടിക്കൊണ്ടേ ബാക്കി കിട്ടാനുള്ളത് അസറ്റ്. അപ്പൊ ഓപ്പണിംഗിൽ എന്താണ്? ഒരു ലയബിലിറ്റി. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് അസറ്റ്, അപ്പൊ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണ്? ലയബിലിറ്റി. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ നോക്കാം. അതുകൊണ്ട് അപ്പൊ അതിവിടെ ബാലൻസ് കൊണ്ടുവന്നിട്ട് ലയബിലിറ്റികൾ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതിവിടെ ലയബിലിറ്റി ആയിട്ട് കാണും. അപ്പൊ ഓപ്പണിംഗ് റിസീവ്ഡ് അഡ്വാൻസ് ഓപ്പണിംഗില് അതിവിടെ കാണിക്കും. ഇങ്ങനെ 2 ഓപ്പണിംഗ് ബാലൻസുകൾ, ഒന്ന് ഔട്ട്സ്റ്റാൻഡിംഗ്, ഒന്ന് റിസീവ്ഡ് അഡ്വാൻസിന്റെ ബാലൻസ്. പിന്നെ എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടിയെങ്കിൽ അത് ക്യാഷ് ആയിട്ട് കാണും. എത്ര സബ്സ്ക്രിപ്ഷൻ ആണ് കിട്ടിയത്. ഇനി ഓപ്പണിംഗിലെ റിസീവ്ഡ് അഡ്വാൻസ് ഇവിടെയാണ് വരുന്നത്, ക്ലോസിംഗിൽ ഇവിടെ വരും റിസീവ്ഡ് അഡ്വാൻസ്, ബാലൻസ് ക്യാരി ആണ്. ഇതിന്റെ ബാലൻസ് ആണ് ഇവിടെ വരും, ഇവിടെ ബാലൻസ് ക്യാരി ആണ്. വ്യത്യാസം വരുന്ന പൈസ കണ്ടുപിടിക്കുക, ഈ സൈഡായിരിക്കും കൂടുതൽ വ്യത്യാസം കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്ന തുക എന്ന് പറയുന്നത് എന്തായാലും 21,000 രൂപയായിരിക്കും. അതിവിടെ കാണിക്കുന്നവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇത്രയോ. ഇതുപോലെ നമുക്ക് അക്കൗണ്ട് രൂപത്തിൽ വരച്ചു കാണിക്കും. ഇതാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. 2 രീതി. ഇതാണ് കുറച്ച് എളുപ്പ വഴി. നമുക്ക് അക്കൗണ്ട് രൂപത്തിൽ വരയ്ക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് അക്കൗണ്ട് രൂപത്തിൽ വരച്ച് കണക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് 2ാമത്തെ മാർഗം. പിന്നെ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞത് ഓർമ്മമാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ പറഞ്ഞേക്കുന്ന എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ അതിലൂടെ കൂട്ടേണ്ട 2 ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് 2 ഇവിടെ എഴുതുക. കുറയ്ക്കേണ്ട ഐറ്റങ്ങളെല്ലാം മനസ്സിൽ എഴുതുക. വ്യത്യാസമുള്ള പൈസ പരിഹരിച്ചു അത് മനസ്സിലിട്ടിരുന്നാൽ ഈ കണക്ക് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയും അതിനകത്ത് നമ്മൾ ഓർത്ത് വെച്ചു. ഇതാണ് 1ാമത്തെ കണക്കിന്റെ ഉത്തരം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഒരു കണക്ക്. ഇത് നമ്മളിവിടെ പറയുകയുള്ളൂ. നമ്മളെ കണക്കുകൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഒന്ന്, റിസീപ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് അനുസരിച്ച് 2,50,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് 2,50,000. ഇവിടെ കാണിക്കും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2,50,000. 2,50,000 നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 2,50,000. അതിവിടെ കാണിക്കും 2,50,000 കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ വേണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 1,4,14 ഉണ്ട്, 31,15 ഉണ്ട്. ഇതിൽ ഏതാണ് ഓപ്പണിംഗ്, ഏതാണ് ക്ലോസിംഗ്? 15 ക്ലോസിംഗ്, 14 ഓപ്പണിംഗ്. ഇനി ഞാൻ പറഞ്ഞു ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യുക? കൂട്ടുക. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. എളുപ്പം. കാരണം ഇത് കിട്ടിയതില്ല, കിട്ടാനുള്ള കൂട്ടുക. കിട്ടിയതിനകത്ത് കഴിഞ്ഞ വർഷത്തെ പൈസ കിട്ടാറുണ്ടെങ്കിൽ അത് ഈ വർഷം കിട്ടുന്നുണ്ട്, അത് കുറച്ച് മാറ്റുക. അത്രയും. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുക.
അടുത്ത എന്താണ്? റിസീവ്ഡ് അഡ്വാൻസ്. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ക്ലോസിംഗ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പറയും. ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ കൂട്ടും. ഇതേപോലെ നമ്മൾ ഇതിനകത്ത് കണക്കെഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടേണ്ട രണ്ടായിട്ട് ആദ്യം കൂട്ട്, കുറയ്ക്കേണ്ടത് എന്ത് ചെയ്യുക? ഓരോന്നായിട്ട് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇതിനെ ഓരോന്നായിട്ട് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ അകത്ത് എഴുതണം. അല്ലെങ്കിൽ നമ്മളിവിടെ 10 നിന്ന് 2ഉം 5ഉം കൂടെ കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 10 നിന്ന് 2ഉം 5ഉം കൂടി ചേർത്ത് 7 കുറയ്ക്കും. ബാക്കി 3 അല്ലെങ്കിൽ ഓരോന്നായിട്ട് കുറയ്ക്കുക. അപ്പൊ ഇതാണ് എന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ കണക്കിന് ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്ത് നോക്കണം? ചെയ്തു നോക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എളുപ്പ വഴി എന്താണ്? എളുപ്പ വഴി ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുക. കിട്ടിയതിന്റെ കൂടെ ഈ വർഷം അവസാനം ഇന്ന് വൈകുന്നേരം ജോലിക്ക് വഴി പോകുമ്പോൾ എന്ത് കിട്ടാനുണ്ടോ ആ കിട്ടിയതിലൂടെ കിട്ടാനുള്ള ചേർക്കുമ്പോഴാണ് വരുമാനം. ക്ലോസിംഗ് കൂട്ടുക, ഓപ്പണിംഗ് നേരെ ഓപ്പോസിറ്റ് കുറയ്ക്കുക. ഇനി ഇന്ന് വൈകുന്നേരം പോയപ്പോൾ 4000 രൂപയുടെ ശമ്പളം 5000 രൂപ കിട്ടി എങ്കിലും എനിക്ക് 1000 നേരത്തെ കിട്ടിയതാണ്. അത് ഇന്നത്തെ ശമ്പളം അല്ല. അപ്പൊ 5000 1000 കുറയ്ക്കുമ്പോൾ 4000 കിട്ടും. അപ്പൊ ക്ലോസിംഗിലെ റിസീവ്ഡ് റിട്ടേൺസ് കുറയ്ക്കുക. അപ്പൊ അത് അതിന് കുറച്ചു. ഓപ്പണിംഗ് നേരെ തിരിച്ച് കൂട്ടുക. അപ്പൊ ഇത് രണ്ടും ഞാൻ പറഞ്ഞ ഇൻകമാണ്. ഇനി ചിലപ്പോൾ സാലറി തരാം. സാലറി ഒരു എക്സ്പെൻസ് സാലറി പെയ്ഡ് തരുന്നു. അപ്പൊ നമ്മളൊരു സാലറി പെയ്ഡ് തരാം. അതിന് 4 ഐറ്റം വരെ തരാം. ഏതൊക്കെ തരാം? ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, ക്ലോസിംഗിലെ പ്രീപെയ്ഡ്, ഓപ്പണിംഗിലെ പ്രീപെയ്ഡ്. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യുക? ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടും, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കും. സാലറി പെയ്ഡ് ആണ്, എക്സ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയാൽ സാലറി എന്ന് പറയുന്നത് നമുക്ക് ഇതിലൂടെ എക്സ്പെൻസ് ആകുമ്പോൾ 5000 അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതാണ് വ്യത്യാസം. ഇത് ക്രെഡിറ്റ് ചെയ്യണം. ഇത് എന്താണ്? സാലറി ചെലവായിട്ട് 5000 അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ പറയും. അതോട് വ്യത്യാസം. അപ്പൊ നമ്മൾ ആദ്യം സാലറി എത്ര കൊടുത്തു? ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടും, ഓപ്പണിംഗ് എമൗണ്ട് കുറയ്ക്കേണ്ടതെന്ന് കുറയ്ക്കും. ഇനി നമുക്കറിയാം പ്രീപെയ്ഡ് ക്ലോസിംഗിൽ കുറയ്ക്കും, ഓപ്പണിംഗ് എന്ത് ചെയ്യുന്നതിലൂടെ കൂട്ടും. അതോ ഒന്നുകൂടെ പറഞ്ഞാൽ ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗും ഓപ്പണിംഗിലെ പ്രീപെയ്ഡും കൂട്ടും. അടുത്ത 2 ഐറ്റം നിങ്ങളതിൽ കുറയ്ക്കും. അപ്പൊ സബ്സ്ക്രിപ്ഷൻ ടു ബി ഡെബിറ്റഡ് ടു ഏത് അക്കൗണ്ട്? 5000 അക്കൗണ്ട് നമുക്ക് ഉത്തരത്തിൽ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കണക്കുകൾ പരീക്ഷ യോജിച്ചിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് എന്ത് ചെയ്യുക? ചെയ്തു നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല. എത്ര കണക്ക് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി വേറെ ടിപ്പിക്കൽ ഐറ്റം ആണ് പറയാൻ പോകുന്നത്. ഷോ ഹൗ വിൽ യു ഡീൽ വിത്ത് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 5000 അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിന് മുമ്പ് റിസീറ്റ് അക്കൗണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നാണ്. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? 5000 അക്കൗണ്ടിന് ബാലൻസ് ഷീറ്റ് എങ്ങനെ വരും? ഇതാണ് ചോദിക്കുക. 5000 അക്കൗണ്ട് വരികയാണെങ്കിൽ എങ്ങനെ വരും? ബാലൻസ് ഷീറ്റ് ഈ പറഞ്ഞ ഐറ്റം വരികയാണെങ്കിൽ എങ്ങനെ വരും? ഇതാണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഒരു ഡീൽ. പ്രൈസ് ഫണ്ട് നമുക്കറിയാം ഇതെവിടെ വരുന്ന ഐറ്റമാണ്? ബാലൻസ് ഷീറ്റ് വരുന്ന ഐറ്റമാണ്. ബാലൻസ് ഷീറ്റാണ് ഫണ്ട് വരിക. ഫണ്ട് എല്ലാം ബാലൻസ് ഷീറ്റ് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റ് എവിടെ? ലയബിലിറ്റീസ് എഴുതുന്ന ഐറ്റമാണ് എന്ന് പറയുന്നത് പ്രൈസ് ഫണ്ട്. പ്രൈസ് ഫണ്ട് 80,000 രൂപ നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിച്ചു. അപ്പൊ ഈ ഐറ്റം എവിടെ വരില്ലെന്ന് മനസ്സിലായി. ഇൻകം ആയിട്ട് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരില്ല, ഒരു സ്ഥലത്തേ വരും. അത് എഴുതി. ആ കിട്ടിയ പ്രൈസിന്റെ ഫണ്ട് നമ്മൾ ഒരു ക്ലബുണ്ട്, ക്ലബില് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വർഷാവർഷം പ്രൈസ് കൊടുക്കണം, സമ്മാനങ്ങൾ വിതരണം ചെയ്യണം. അപ്പൊ ആ സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ ഫണ്ട് ഉണ്ടാക്കി, കുറെ പൈസ കിട്ടി, അതുകൊണ്ട് നമ്മൾ നിക്ഷേപിച്ച് നമുക്ക് എന്താണ്? ഒരു അസറ്റ്. അതുകൊണ്ട് ഇത് നമ്മൾ അസറ്റ്സ് എഴുതി കാണിക്കും. പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 80,000 അസറ്റ്. അപ്പൊ അത് ഒരു സ്ഥലത്തേ വരും. എവിടെ മാത്രമേ വരുള്ളൂ? ബാലൻസ് ഷീറ്റ്, അസറ്റ്സ്. അപ്പൊ രണ്ടും 5000 കൊണ്ട് വരില്ല. ഫണ്ട് ലയബിലിറ്റി, ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അസറ്റ്സ്. അടുത്തത് ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഈ പ്രൈസ് ഫണ്ട് ആയിട്ട് കിട്ടിയ പൈസ നമ്മൾ എവിടെയോ നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് 80,000 നിക്ഷേപിച്ചേക്കുന്നത്. ആ നിക്ഷേപിച്ചതിന് നമുക്ക് എന്ത് കിട്ടും? പലിശയോ അല്ലെങ്കിൽ ഡിവിഡന്റോ മറ്റെന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് 8,000 രൂപയാണ്. ഇപ്പൊ ഫണ്ട് ഇപ്പൊ 80 ഉണ്ടായിരുന്നു, ഇപ്പൊ കുറെ നിക്ഷേപിച്ചിട്ട് പലിശയോടെ കിട്ടിയെങ്കിൽ ഫണ്ട് എത്രയായിട്ട് മാറി? 80,000 പ്ലസ് 8,000. അപ്പൊ ഞാൻ ഈ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുന്ന ഇവിടെ ഇന്നർ കോളത്തിൽ 80,000 രൂപ എഴുതിയിട്ട് ആഡ് ഇൻകം ഫ്രം ഏത്? പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 8,000 രൂപ. അപ്പോൾ 88,000 രൂപയായി ഫണ്ട്. അപ്പൊ 88,000 രൂപ പ്രൈസ് ഫണ്ട് 80,000 രൂപ, അതിന് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത് 8,000 രൂപ. അപ്പൊ 88,000 രൂപ. അപ്പൊ അതുപോലെ സ്ഥലത്ത് എവിടെ വരും? ബാലൻസ് ഷീറ്റ്, ലയബിലിറ്റീസ്. ഇനി പ്രൈസ് അവാർഡ്. നമ്മൾ ഈ വർഷം കുറെ പ്രൈസ് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് അവാർഡ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എത്ര കൊടുത്തിട്ടുണ്ട്? 6,000 കൊടുത്തിട്ടുണ്ട്.
അപ്പൊ 6000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 88,000 ഫണ്ടായിട്ട് കിട്ടില്ല. അതിൽ നമ്മൾ ലെസ് പ്രൈസ് അവാർഡ് 6000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 6000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര രൂപ? 86,000 രൂപ. സോറി, 88 82,000 82,000 രൂപ. അപ്പൊ നിങ്ങൾ പറയും 2 വർഷം ടാലി അല്ലല്ലോ എന്ന് പറയും. ഒരു ക്ലബില് ഈ ഒരു ഐറ്റം മാത്രമല്ല, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പൊ എല്ലാ ഐറ്റം കൂടെ എഴുതിയാൽ ഇത് ടാലി. അപ്പൊ ഈ തന്നിരിക്കുന്ന ഐറ്റം ഇതിനകത്ത് എങ്ങനെ എഴുതുമെന്ന് മാത്രം നമ്മൾ കാണിച്ചാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഐറ്റവും എവിടെ വരില്ല, 5,000 രൂപ വരുന്ന ഐറ്റങ്ങളല്ല. പ്രൈസ് ഫണ്ട് ലയബിലിറ്റി, പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്. ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പലിശ കിട്ടിയെങ്കിൽ അത് ഫണ്ട് വർദ്ധിപ്പിക്കും. ആ ഫണ്ടിനുള്ള ഐഡിയ നമ്മൾ അതിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് കുറയ്ക്കും, ബാക്കി ഫണ്ടായിട്ട് കാണിക്കാം. ഇതാണ് അത്തരം കണക്ക്. ഇതേപോലെ ചിലപ്പോൾ പരീക്ഷകളൊക്കെ ചോദിക്കും പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ ഒരു ഐറ്റം കൂടെ ഞാൻ പറയാം. ഷോ ദ ഫോളോവിംഗ് ഇൻഫർമേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്യുക? ഒന്ന്, മാച്ച് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. മാച്ച് നടത്തുന്നു, അതിന്റെ എക്സ്പെൻസ് ഒരു 16,000 ചെലവാക്കിയിട്ടുണ്ട്. മാച്ച് ഫണ്ട് ഒരു 8,000 രൂപയുണ്ട്. ഫണ്ട് 8,000 രൂപ. ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000 റുപ്പീസ് ഉണ്ട്. 5,000 രൂപ നമുക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. സെയിൽ ഓഫ് ടിക്കറ്റ് വിറ്റ് കിട്ടി 7,000 രൂപ. അപ്പൊ 7,000 രൂപ നമുക്ക് ടിക്കറ്റ് വിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെങ്ങനെ കാണിക്കും? ഇതാണ് നമുക്ക് അടുത്ത കാര്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ പറഞ്ഞനുസരിച്ചാണ്. ഇതൊരു സ്പെസിഫിക് ഫണ്ടാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും നോക്കാം. മാച്ച് ഫണ്ട്, അതാണ് ഫണ്ടിന്റെ പേര്. അപ്പൊ ആദ്യം അത് കാണിക്കാം. മാച്ച് ഫണ്ട് 8,000. മാച്ച് ഫണ്ട് 8,000. ഈ ഫണ്ട് എങ്ങനെയൊക്കെ വർദ്ധിക്കാം? ഒന്ന്, ആരൊക്കെയോ ഡൊണേഷൻ കൊടുത്തു. ഡൊണേഷൻ കൊടുത്തെങ്കിൽ 5,000 റുപ്പീസിന്റെ ഡൊണേഷൻ കിട്ടിയെങ്കിൽ ഫണ്ട് 8,000 ഉണ്ടായിരുന്നു, 5,000 ഡൊണേഷൻ കിട്ടി. അപ്പൊ 30,000 റുപ്പീസ്. അപ്പൊ നമുക്ക് എഴുതാം ആഡ് ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട്സ്. അതൊരു 5,000 റുപ്പീസ് ഉണ്ട്. അപ്പൊ 13,000 ആയി, 14,000 രൂപ. ടിക്കറ്റ് വിറ്റു, മാച്ച് നടത്തിയപ്പോൾ ടിക്കറ്റിനാണ് നമ്മളെ ടിക്കറ്റ് മാച്ചാണ് നടത്തിയത്. അപ്പൊ ടിക്കറ്റ് വിറ്റതിനകത്ത് നമുക്ക് കിട്ടിയ എമൗണ്ട് 7,000 ആണ്. അപ്പൊ നമുക്ക് എഴുതാതെ ഫണ്ട് വർദ്ധിപ്പിക്കും. ആഡ് സെയിൽ ഓഫ് ടിക്കറ്റ് 7,000. അപ്പൊ മൊത്തം ഫണ്ട് 20,000 രൂപയായി. 8,000 ഉണ്ടായിരുന്നു, 5,000 ഡൊണേഷൻ കിട്ടി. അപ്പൊ 8,000 14,000 രൂപയായി. ആ 14,000 7,000 രൂപ വീണ്ടും ടിക്കറ്റ് വിറ്റ് കിട്ടി. അപ്പൊ 20,000 രൂപ ഫണ്ട്. ആ ഫണ്ട് 20,000 രൂപ നമ്മൾ എക്സ്പെൻസ് ചെലവാക്കി. ഈ ഫണ്ട് ഈ പറഞ്ഞ മാച്ച് എടുത്തപ്പോൾ നമ്മൾ ചെലവായത് ലെസ് മാച്ച് എക്സ്പെൻസ്. എത്ര ചെലവായി പോയി? 16,000 ചെലവായി. ബാക്കി ഫണ്ട് എത്രയുള്ളൂ? 4,000 രൂപ ഫണ്ട്. നേരത്തെ പറഞ്ഞാൽ വേറെ മോഡലാണ്. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കും. ഇപ്പൊ ഇവിടെ അസറ്റ് ഇല്ല, നമ്മൾ ആ പൈസ ഉള്ളത് കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നില്ല. അപ്പൊ അസറ്റ് കാണിച്ചില്ല. അപ്പൊ ഫണ്ട് എത്ര? ആ ഫണ്ട് എത്ര ഡൊണേഷൻ കിട്ടി? ആ ഡൊണേഷൻ കിട്ടിയിട്ട് നമ്മൾ സെയില് ടിക്കറ്റ് വിറ്റ് കിട്ടി എത്ര? അത് നമുക്ക് എന്താണ് എത്ര നമുക്ക് ചെലവായി കുറച്ചപ്പോൾ ബാക്കി 4,000 രൂപ. ഇതേ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ ചോദിക്കുന്നു. വാട്ട് വിൽ ബി ദ ഇഫക്റ്റ്? എന്തായിരിക്കും ഇഫക്റ്റ്? ഏതിന്റെ ഇഫക്റ്റ്? ഇഫ് മാച്ച് എക്സ്പെൻസ് ഗോ അപ്പ് ബൈ ₹6,000. ഈ മാച്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നേക്കുന്ന 16,000 രൂപയാണ്. ആ 16,000 കൂടെ ഒരു 6,000 രൂപയോടെ വർദ്ധിച്ചെങ്കിൽ, മാച്ച് എക്സ്പെൻസ് 16,000 കൂടെ 6,000 കൂടെ ഗോ അപ്പ് ചെയ്തെങ്കിൽ, ഇൻക്രീസ് ചെയ്തെങ്കിൽ, അപ്പൊ 22,000 രൂപയാണ് മാച്ച് എക്സ്പെൻസ് എന്ന് പറയുന്നതിന് പകരം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ 22,000 രൂപയാണ് മാച്ച് എക്സ്പെൻസ് എങ്കിൽ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. ബാക്കി ഒരു ഐറ്റത്തിന് മാറ്റവും ഇല്ല. ഇത് മാത്രം 22,000, ബാക്കിയെല്ലാം അതേ കണക്കാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇഫക്റ്റ്? ഇതിന്റെ ഫലം എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കറിയാം മാച്ച് ഫണ്ട് 8,000 മാറ്റമില്ല. 8,000 നമുക്കറിയാം 5,000 റുപ്പീസ് നമുക്ക് ഡൊണേഷൻ കിട്ടി. അപ്പോ 5,000 ആയപ്പോൾ 13,000. ടിക്കറ്റ് വിറ്റ് കിട്ടി 7,000 രൂപ. അപ്പൊ 7 കൂടെ ആയപ്പോൾ 20,000 രൂപ. അപ്പൊ ആ 20,000 രൂപയിൽ ഇനി പറയുന്നത് മാച്ച് എക്സ്പെൻസ് ആണ്. അപ്പൊ മാച്ച് എക്സ്പെൻസ് 16 സ്ഥാനത്ത് എത്രയാവും? 22,000 രൂപയാവും. അപ്പൊ 20,000 നിന്ന് 22,000 രൂപ കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? അതാണ് ചോദ്യം. കുറയ്ക്കാൻ പറ്റണം. ഒരിക്കലും നമ്മൾ എമൗണ്ട് വളർത്തി മൈനസ് എഴുതാറില്ല. അക്കൗണ്ടൻസിയിൽ നമ്മൾ ഒരു സ്ഥലത്തും എന്ത് ചെയ്യാറില്ല, എമൗണ്ട് വളർത്തി മൈനസ് ഫിഗർ നമ്മൾ കാണിക്കുക. അതുകൊണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എഴുതിയിട്ട് ബ്രാക്കറ്റ് ഡീൽ ചെയ്യാറുണ്ട്. മൈനസ് ഒരു എമൗണ്ട് നമ്മൾ എഴുതാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ 22ന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 2,000 രൂപ നഷ്ടം വരും. അപ്പൊ നമുക്ക് 20,000 രൂപ കുറയ്ക്കാം. എന്നിട്ട് പറയാം ഫണ്ട് ഇല്ല.
ബാക്കി എത്രയുണ്ട്? 2000 രൂപ. ആ 2000 രൂപ എന്ന് പറയുന്ന ലാഭവും നഷ്ടവും? നഷ്ടം. കാരണം എക്സ്പെൻസ് ആണ്. 2000 രൂപ അധികമുള്ള എക്സ്പെൻസ് ആണ്. ആ പറഞ്ഞ 2000 രൂപ ഇവിടെ കാണിക്കും നമ്മുടെ നഷ്ടവും ലാഭവും കാണിക്കുന്ന സ്ഥലമായ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് ഏത് സൈഡില്? ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന 2000 രൂപ. ഏത് പേരില്? മാച്ച് എക്സ്പെൻസ് 2000 രൂപ കാണിക്കും. ക്ലിയറായ? അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, മാച്ച് എക്സ്പെൻസ് ഒരു 6000 രൂപയുടെ വർദ്ധിച്ചെങ്കിൽ 22,000 രൂപയാ മാറിയിട്ടുണ്ടെങ്കിൽ ഈ കണക്ക് നമ്മൾ എങ്ങനെ ചെയ്യും? ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ മാച്ച് ഫണ്ടിന് മാറ്റമില്ല, ഡൊണേഷന് മാറ്റമില്ല, സെയിൽ ഓഫ് ടിക്കറ്റ് മാറ്റമില്ല. അപ്പൊ മൊത്തം 20,000 രൂപ ഫണ്ടുണ്ട്. 22,000 രൂപ അതിന് ചെലവാക്കാൻ പറ്റില്ല. അപ്പൊ ചെലവാക്കാവുന്ന മാക്സിമം എത്ര? 20,000 രൂപ. അത് കുറച്ചു. ബാക്കി 2,000 രൂപ. അത് നഷ്ടവും ലാഭവും. ലാഭമാണെങ്കിൽ ആ ഫണ്ട് തന്നെ കാണിക്കാം. അതിലൊരു ഫണ്ട് ഉണ്ടെന്ന് പറയാം. നഷ്ടമാണെങ്കിൽ ഇവിടെ എടുക്കും നമ്മളുടെ IND അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ കാണിക്കുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ കാണിക്കും? നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എത്രയായിരം രൂപ? 2,000 രൂപ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഏതെങ്കിലും ചോദ്യത്തിനകത്ത് ഇതേപോലെ ഫണ്ട് കാണിച്ചിട്ട് എന്താണ് മൈനസ് ഫിഗർ വന്നു കഴിഞ്ഞാൽ ആ മൈനസ് ഫിഗർ ബാലൻസ് ഷീറ്റിൽ കാണിക്കരുത്. അതവിടെ കാണിക്കണം നമ്മള് IND അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ആ പറഞ്ഞിരിക്കുന്ന ഐറ്റം നമുക്ക് കാണിക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോൾ ഇവിടെ 4-5 കണക്കുകളാണ് പറഞ്ഞാൽ ആറ് കണക്കിനെ സൂചിപ്പിക്കും. ഒന്ന് എന്താണ്? എക്സ്പെൻഡിച്ചർ സൈഡിൽ സാലറി ഉള്ള ഐറ്റം വന്നു കഴിഞ്ഞാൽ സാലറി പെയ്ഡ്, അതിന്റെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടി ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുക, ക്ലോസിംഗിൽ പ്രീപെയ്ഡ് കുറയ്ക്കുക, ഓപ്പണിംഗ് പ്രീപെയ്ഡ് കൂട്ടുക. ആ ഒരു ഐറ്റം കൂടെ ചിലപ്പോൾ ഇതിനോട് ചേർത്ത് വരാം. ഇനി ഇത് കൂടാതെ വരാൻ സാധ്യതയുള്ള ഐറ്റം എന്ന് പറയുന്നത് സ്റ്റേഷനറിയുടെ ഐറ്റമാണ്. അപ്പൊ സ്റ്റേഷനറി എന്ന് പറയുന്ന ഐറ്റം നമുക്ക് വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അവിടെ നമ്മൾ ഇതാണ് പ്രത്യേകത. എന്താണ് പ്രത്യേകത? സ്റ്റേഷനറി ചെലവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചെലവാണ്. ഇപ്പൊ സ്റ്റേഷനറി ചെലവ് അവിടെയും കാണും. എന്താണ്? ചിലപ്പോ സ്റ്റേഷനറി പ്രത്യേകത ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസ് സ്റ്റോക്ക് കൊടുത്തേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? ഈ ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഓപ്പൺ സ്റ്റോക്ക് ഇട്ടിട്ട് പർച്ചേസ് കൂട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മള് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ട് ക്ലോസ് സ്റ്റോക്ക് കുറയ്ക്കും. എന്നിട്ട് കൂടെ ആ പറഞ്ഞിരിക്കുന്ന ഐറ്റത്തിന്റെ എത്ര കൺസ്യൂം ചെയ്ത് നമുക്ക്. അതേപോലെ ഇവിടെ സ്റ്റേഷനറിയുടെ യഥാർത്ഥ ചെലവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. എന്താണ് ചെയ്യുന്നത്? 5,000 രൂപ ഞാൻ സ്റ്റേഷനറി സാധനം മേടിച്ചു. 5,000 രൂപ വാങ്ങിച്ചു. ആ 5,000ന്റെ കൂടെ 2,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. വർഷം തുടങ്ങുമ്പോൾ 2,000 രൂപ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 5,000 കൂടെ വാങ്ങിച്ചു. അപ്പൊ എത്രയായി സ്റ്റേഷനറി മൊത്തം? 7,000 രൂപ. ഒരു സ്റ്റോക്കും ബാക്കിയില്ലെങ്കിൽ എത്ര ചെലവാക്കി? 7,000 ചെലവാക്കി. ശരിയല്ലേ? 5,000 രൂപയ്ക്ക് ഞാൻ ഈ വർഷം പേന, പെൻസിൽ, പേപ്പർ, കട്ടർ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. 5,000 രൂപയ്ക്ക് വാങ്ങിച്ചു. പക്ഷെ ഈ വർഷം 1-ാം തീയതി 2,000 രൂപ കഴിഞ്ഞ ദിവസത്തെ ബാക്കി സാധനം കിടപ്പുണ്ടായിരുന്നു. എങ്കിൽ 2,000 രൂപയുടെ സാധനം കയ്യിലിരിക്കുമ്പോൾ ഞാൻ വീണ്ടും 5,000 രൂപയുടെ വാങ്ങിച്ചെങ്കിൽ മൊത്തം എത്ര രൂപയുടെ സ്റ്റേഷനറി ആയി? 7,000 രൂപ സ്റ്റേഷനറി. ഒരു സാധനം ക്ലോസിംഗ് ഇല്ലെങ്കിൽ ചെലവ് എത്ര? 7,000. ഇനി ക്ലോസിംഗിൽ ഒരു 3,000 രൂപയുടെ സാധനം ബാക്കി ഇരിപ്പുണ്ട്. 2,000 ഉണ്ടായിരുന്നു, 5,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, 3,000 രൂപയുടെ സ്റ്റോക്ക് സാധനം ക്ലോസിംഗിലുണ്ട്. എങ്കിൽ ഞാൻ പറയും 2,000 7,000 രൂപയ്ക്ക് വാങ്ങിച്ചതൊക്കെ ശരി തന്നെ. പക്ഷെ 3,000 രൂപയുടെ സാധനം ക്ലോസിംഗിൽ ഇരിക്കുന്നത് കൊണ്ട് ബാക്കി ചെലവ് എത്ര ആയിട്ടുള്ളൂ? 4,000 രൂപ ചെലവായിട്ടുള്ളൂ. ഇതിനാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോക്ക് സ്റ്റേഷൻ എത്ര വാങ്ങിച്ചിട്ടുണ്ടോ അതിനുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടുക, ഏത് കുറയ്ക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പൊ എത്രയാണ് സ്റ്റേഷനറിയുടെ യഥാർത്ഥ ചെലവ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ സ്റ്റേഷനറി നമ്മൾ അങ്ങനെ പ്രത്യേകം സ്റ്റോക്കാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് തരിക. അപ്പൊ സ്റ്റോക്ക് തരുമ്പോൾ ചിലപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസ് സ്റ്റോക്ക് കൂടെ തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഓപ്പണിംഗ് ഓപ്പൺ സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസ് സ്റ്റോക്ക് പർച്ചേസ് ഐറ്റം നമുക്ക് കുറയ്ക്കണം. അത് തന്നെ ഇവിടെ നമ്മൾ ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് സ്റ്റേഷനറിയുടെ കൂടെ എന്തുകൂട്ട് നമ്മൾ പർച്ചേസ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ പർച്ചേസ് ഓപ്പൺ സ്റ്റോക്ക് കൂട്ടിയിട്ട് ക്ലോസ് സ്റ്റോക്ക് എന്ത് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കും. ഇനി അതിൽ വരുന്ന 2 ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ്. ചിലപ്പോൾ വരുന്നത് വാക്ക് ക്രെഡിറ്റേഴ്സ് എന്നുള്ള വാക്കായിരിക്കും തന്നത്. ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ള പൈസ, വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ള പൈസ, ക്രെഡിറ്റേഴ്സ്. അപ്പൊ ക്ലോസിംഗിലെ ക്രെഡിറ്റേഴ്സ് തന്നെ വർഷത്തിന്റെ അവസാനം കൊടുക്കാനുള്ള പൈസ തന്നെ ഓപ്പണിംഗിലുള്ള പൈസ ഉണ്ട്. നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. ക്ലോസിംഗിൽ കൊടുക്കാനുള്ള പൈസ ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അതെന്ത് ചെയ്യും? നമ്മൾ അതിലൂടെ കൂട്ടും. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ അതിലൂടെ കൂട്ടും. ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുക, അല്ലെങ്കിൽ ക്ലോസിംഗിലെ ക്രെഡിറ്റേഴ്സ് കൂട്ടുക, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷൻ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും? സ്റ്റോക്ക് ഓഫ് സ്റ്റേഷൻ വാങ്ങിച്ചതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ കൂട്ടുക, ക്ലോസ് സ്റ്റോക്ക് ആണെങ്കിൽ കുറയ്ക്കും. അതിന്റെ ക്രെഡിറ്റേഴ്സ് തരികയാണെങ്കിൽ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് കൂട്ടുക, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യുക? അതിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ ഇതുപോലെ നമ്മൾ അതിനെ റിസിപ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ അതിലൂടെ ക്ലോസിംഗ് ആണെങ്കിൽ കുറയ്ക്കുക, ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിലൂടെ കൂട്ടുക.
ഇതാണ് പരമാവധി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന കണക്ക്. അപ്പൊ ഇത് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ കണക്കുകളും ചെയ്യാം, വലിയ കണക്കുകളും ചെയ്യാം. വ്യക്തമായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന എല്ലാ കണക്കുകളും എന്ത് ചെയ്യുക, ചെയ്തു. ഇനി നമ്മൾ പറയുന്ന കൂടാതെ ഉള്ളത് ഒരു ട്രൈ ബാലൻസ് എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യും. അപ്പൊ ഓർമ്മിക്കണം, ട്രൈ ബാലൻസ് പറയുന്ന ഐറ്റങ്ങളെല്ലാം ഒരു സ്ഥലത്തേ വരും, ഒന്നുകിൽ IND അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. അതൊക്കെ ഏതൊക്കെയാണ് വളരെ വ്യക്തമായിട്ട് ഓരോന്നും പഠിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ചെയ്തു നോക്കണം. സംശയം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ കൂട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ചു നോക്കണം. ഒന്നിട്ട് വീണ്ടും കേട്ടു നോക്കുക. അങ്ങനെ കേട്ടു നോക്കുമ്പോൾ നമുക്ക് എല്ലാ കണക്കുകളും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ ചില കണക്കിനകത്തുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, സബ്സ്ക്രിപ്ഷൻ തന്നെ വരുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നിട്ട് പറയും 1000 മെമ്പറുണ്ട്, 30 രൂപ വെച്ച് ആണ് ഒരു വർഷം അടയ്ക്കേണ്ടത്. അപ്പൊ 1000 മെമ്പർ 30 രൂപ ചേർന്ന് 30,000 രൂപ. അപ്പൊ യഥാർത്ഥത്തിൽ ആ എമൗണ്ട് ആണ് IND അക്കൗണ്ട് വരേണ്ടത്, 30,000 രൂപ. ചിലപ്പോൾ റിസീവർ അക്കൗണ്ട് അത്രയും ഇല്ലെങ്കിൽ നമുക്കറിയാം അതിലൂടെ കിട്ടാനുള്ള എമൗണ്ട് അക്കൗണ്ട് അറിയാം. അപ്പൊ ആ 30,000 രൂപ IND അക്കൗണ്ട് നമുക്ക് കിട്ടും. വലിയ കണക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റ എഴുതിയാൽ എഴുതാം 30,000 രൂപ. ഇനി റിസീവർ അക്കൗണ്ട് എത്ര കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ വ്യത്യാസം എടുത്താൽ മതി. പിന്നെ അത്തരം കണക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷത്തിന്റെ അവസാനം വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എഴുതുന്ന സമയത്ത് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് മാത്രമായിരിക്കില്ല, കഴിഞ്ഞ വർഷത്തെ വല്ല ബാക്കി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നോക്കിക്കൊള്ളണം കേട്ടോ. ഒരു കണക്ക് വരുമ്പോഴേ വ്യക്തമായിട്ട് നമുക്ക് പറയാം ക്ലോസിംഗിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്ര, അതായത് വർഷത്തിന്റെ അവസാനം ഇത്ര കിട്ടാൻ. ഓപ്പണിംഗിൽ കിട്ടാനുള്ളത് കുറച്ച് പൈസ റിസീവറിനെ കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കി കഴിച്ച് ബാക്കി കിട്ടാൻ രണ്ടും കൂടെ ചേർത്ത് വേണം എന്തെന്ന് പറയാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള എമൗണ്ട് ആയിട്ട് നമുക്ക് പറയാം. ഇത്രയുമുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനകത്ത് വരാനുള്ളൂ. അപ്പൊ ഇത് വെച്ച് കണക്കുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 100% ചെയ്യാൻ പറ്റും, ആൻസറുകൾ എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു.